ഓഗസ്റ്റ് എനിക്ക് എപ്പോഴും ഒരു നഷ്ടത്തിൻ്റെ ഒരു മാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത് ഓഗസ്റ്റ് 6-നാണ്. അച്ഛൻ പക്ഷേ എല്ലാവർക്കും ആ ഒരു ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ സ്വകാര്യ ദുഃഖം വേറൊരു ദുഃഖമായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ പോയത് ഓഗസ്റ്റ് 15-നാണ്. ഏട്ടൻ കുറച്ച് കുരുത്തക്കേടായിരുന്നു, ചെറുപ്പത്തിലെ കുറച്ച് വികൃതിയായിരുന്നു. അന്നൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് 4 മക്കളിലും ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് ഈ ചേട്ടനായിരുന്നു. പക്ഷേ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോൾ അച്ഛന് 8 മണിക്കുള്ള ഇംഗ്ലീഷ് ന്യൂസ് അച്ഛൻ സ്ഥിരമായി കേൾക്കും. ആ സമയത്തായിരിക്കും ഞങ്ങൾ അടി ഉണ്ടാക്കുക. ഞങ്ങൾ 4 ഈ ചേട്ടൻ എന്നെ എപ്പോഴും അടിക്കുമ്പോൾ ഞാൻ വേഗം ചെന്ന് അച്ഛൻ ചാരകസാല ഇരുന്നിട്ട് ന്യൂസ് കേൾക്കുക. അപ്പം ബാക്കിൽ പോയി പതുങ്ങി നിൽക്കും. അപ്പം അച്ഛനൊരു നോട്ടം നോക്കും ചേട്ടന. അങ്ങനെ ആ ചേട്ടൻ ഇടക്കിടക്ക് ഇങ്ങനെ ചീത്ത കേൾക്കും. എൻ്റെ ചേട്ടൻ്റെ പേര് ജയദേവൻ എന്നാണ്. ഞാൻ കുഞ്ഞാട്ടെന്ന് വിളിക്കുകയായിരുന്നു എൻ്റെ ചേട്ടനെ. നല്ല കുരുത്തക്കേടായിരുന്നു. അങ്ങനെ കുരുത്തക്കേട് കളിച്ച് അവസാനം വലിയൊരു കുരുത്തക്കേടും കളിച്ച് ഞങ്ങൾ ജീവിതത്തിൽ തന്നെ വിട്ടുപോയി. അതൊരു ഓഗസ്റ്റ് 15-നായിരുന്നു. ഞങ്ങളോടൊന്നും പറയാതെ ഒരു കത്തെഴുതി വെച്ച് മൂപ്പര് യാത്രയായി. ആ ഒരു ദുഃഖം ഇപ്പോഴും മനസ്സിലുണ്ട്. അച്ഛനും ഏട്ടൻ്റെ കാര്യം ആലോചിച്ച് അച്ഛനും വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ചേട്ടൻ്റെ മാതൃഭൂമി അവർ വിളിച്ച് ജോലി കൊടുത്ത് കുറച്ച് മാസങ്ങളൊക്കെ മര്യാദക്ക് പോയി. പിന്നീട് മൂപ്പർക്ക് പിന്നെ അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു പ്രത്യേകതരം ജീവിതമായിരുന്നു. ഒരിക്കലും എന്താ പറയുക, ഒരു പരുന്തിനെ വളർത്തി. അങ്ങനെ പരുന്തിനെ വളർത്തി ആ പരുന്തിനെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ പരുന്തെന്തോ കാഷ്ടിച്ചപ്പോൾ അവർ ചീത്ത പറഞ്ഞു. അപ്പോൾ പറയും എന്നാൽ ശരി, ഞാൻ ഇനി കാഷ്ടിക്കാത്ത സാധനത്തിനെ കൊണ്ടുവരാം. അടുത്ത പ്രാവശ്യം വന്ന ഒരു പാമ്പിനെ ആയിട്ടായിരുന്നു. പാമ്പിനെ വീട്ടിൽ കുറേ വളർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പ്രത്യേക ഒരു ഇതായിരുന്നു. പക്ഷേ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അതിനടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഏട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും കുറേ ആൾക്കാരെ സഹായിക്കുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് ബുക്കിൻ്റെ റോയൽറ്റി കിട്ടുമ്പം ആ റോയൽറ്റി ഈ പഠിക്കാനുള്ള കുട്ടികൾക്ക് ബുക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ കൊടുക്കുകയായിരുന്നു. അങ്ങനെ എത്രയോ ആൾക്കാർ. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഞാനൊരു ഓട്ടോ കയറിയപ്പോൾ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു, ജയദേവനെ ഞാൻ എത്രയോ സഹായിച്ചിട്ടുണ്ട് ജയദേവൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പരിചയം എന്ന്. ഇല്ല, ഞങ്ങൾ ആദ്യം പുതിയറിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ബുക്സ് എന്തൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നിട്ട് പൈസ അങ്ങനെ ക്യാഷ് തരാറുണ്ട് എന്ന്. പക്ഷെ ഇത് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്. അന്നൊക്കെ നല്ലോണം ഇത് റോയൽറ്റീൻ്റെ അതൊക്കെ മൂപ്പര് വാങ്ങും, പിന്നെ നല്ല ജോളിയാക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ഓഗസ്റ്റ് 15-ന് ഞങ്ങളോടൊന്നും പറയാണ്ട് മൂപ്പര് യാത്രയായി. അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ മനസ്സിലൊരു വിഷമമാണ്. അങ്ങനെ പിന്നീട് മൂത്ത ജ്യേഷ്ഠനുണ്ടായിരുന്നു. അവരിപ്പോൾ 2 വർഷം മുമ്പാണ് മരിച്ചത്. അവർ ഞങ്ങളെ വിട്ടുപോയി. ഇപ്പം ഞാനും എൻ്റെ ചേച്ചി മാത്രമാണുള്ളത്. അച്ഛനെ എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടുകാർ ഇപ്പോഴും നന്നായി ഓർക്കുന്നുണ്ട് എന്നുള്ള. അച്ഛൻ്റെ നല്ലൊരു പ്രതിമ ഇപ്പോൾ SM സ്ട്രീറ്റിലുണ്ട്. അതും അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ്. അച്ഛൻ ആ മിഠായി തെരുവിലേക്ക് നോക്കി നിൽക്കുന്ന ആ പ്രതിമ ഇപ്പോഴും അതിലേ പോകുമ്പോൾ ഞാനൊന്ന് അച്ഛനെ നോക്കിയിട്ടാണ് മുമ്പോട്ട് നടക്കാറ്. അതേമാതിരി അച്ഛൻ്റെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രമുണ്ട് പുതിയറ. അച്ഛൻ്റെ ജ്ഞാനപീഠ അവാർഡ് അച്ഛനെ കിട്ടിയ എല്ലാ കളക്ഷൻസും അവിടെയുള്ളത്. അച്ഛൻ്റെ ബുക്സും ഒക്കെ ഉണ്ട് അവിടെ. അച്ഛനൊരു ദിവസം രാവിലെ അച്ഛൻ നടക്കാൻ ഇറങ്ങിയതാണ്. അച്ഛൻ രാവിലെ എന്തായാലും അച്ഛൻ മടക്കാറില്ല. അപ്പം നടക്കുന്നതിനിടയിൽ അച്ഛന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതിനും കൂടി വേണ്ടിയാണ് പോയത്. അങ്ങനെ നടന്ന് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോടൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കുറച്ച് നേരം കഴിച്ചിട്ട് അച്ഛനെ കാണാനായിട്ട് നോക്കുമ്പോൾ പിന്നീട് ആരുകൊണ്ട് ഓട്ടോയിൽ വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ട് അച്ഛൻ അതിൽ നിന്ന് ഇറക്കുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു ഭാഗം കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ബാലരാജ് പുതിയറ ഡോക്ടർ ബാലരാജിനെ ഹോസ്പിറ്റലിൽ കിടന്നു. കുറച്ച് ദിവസം 6 ദിവസം കിടന്നു. അപ്പോഴത്തേക്ക് അന്നത്തെ കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. CK രാമചന്ദ്രനായിരുന്നു അച്ഛൻ്റെ ഡോക്ടർ. ആ ഈ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയപ്പോൾ അച്ഛൻ എന്നും യാത്രയായിരുന്നു. യാത്ര കൂടാണ്ട് സ്വീകരണങ്ങളും. പിന്നെ അച്ഛന് നല്ല ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അതൊന്നും കാര്യമാക്കാണ്ട് എല്ലാ യാത്രകളും ചെയ്ത് ആരോഗ്യം തീരെ ശ്രദ്ധിച്ചേയില്ല. അപ്പോഴേ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട് ശ്രദ്ധിക്കാൻ വേണ്ടി. അച്ഛൻ പക്ഷെ പറയും, വരുമ്പോൾ ഞാൻ എങ്ങനെ അവരോട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് മടിയാണ് എന്ന്. അങ്ങനെ എല്ലാ സ്വീകരണങ്ങൾക്കും പോകും. അങ്ങനെ പിന്നെ തീരെ വയ്യാണ്ടായി. അങ്ങനെ 6 ദിവസം ഒരു ഓഗസ്റ്റ് 29-നാണ് ജൂലൈ 29-നാണ് അച്ഛൻ അഡ്മിറ്റ് ആയത്. 1982 ഓഗസ്റ്റ് 6-നാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത്. അന്ന് അച്ഛൻ എത്രയോ സ്വീകരണം നടത്തിയ, അച്ഛൻ എത്രയോ പ്രസംഗിച്ച കോഴിക്കോടുള്ള ആ ടൗൺ ഹാളിൽ അവസാനം അച്ഛനെ കിടത്തിയപ്പോൾ, പക്ഷെ ഞങ്ങളൊന്നും ടൗൺ ഹാളിലേക്ക് പോയിട്ടില്ല. അവിടെ വെച്ചിട്ട് അച്ഛനെ കിടത്തി ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ വല്ലാത്ത മനസ്സ് വല്ലാണ്ട് വിങ്ങിപ്പൊട്ടി. ഇപ്പോഴും അതൊക്കെ ആലോചിക്കുമ്പം വല്ലാത്ത വിഷമം തോന്നും. അച്ഛൻ 69 വയസ്സായിരുന്നു അച്ഛൻ മരിക്കുമ്പം. പക്ഷേ ഇനിയും എത്രയോ കാലം അച്ഛൻ ജീവിച്ച് പോകുന്ന ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു.